പൊതുവിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനമുണ്ട്. ആ സമീപനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണല്ലോ കേരളം സ്വീകരിച്ചിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനും കേരളം തയ്യാറായിട്ടുണ്ടല്ലോ. മറ്റു സംസ്ഥാനങ്ങളോട് പൊതുവിൽ കാണിക്കുന്ന വിവേചനം മാത്രമല്ല, കേരളത്തോട് പ്രത്യേക വിവേചനം കാണിക്കുന്നു. ആ വിവേചനം കാണിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ വികസനമാണല്ലോ തടയപ്പെടുന്നത്. 2016 വരെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി നേതൃത്വം വഹിച്ച മുന്നണി കേരളത്തിൽ മാറി മാറി അധികാരത്തിലിരുന്നിട്ടുണ്ടല്ലോ. അങ്ങനെയൊരു മുന്നണിയും അതിന് നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും കേരളത്തെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സമീപനം വന്നപ്പോൾ അതിനെതിരെ അക്ഷരം സംസാരിക്കാൻ തയ്യാറായി. എന്തിന്റെ ഭാഗമായിരുന്നു അത്? എന്തായിരുന്നു BJPക്കെതിരെ സംസാരിച്ചുകൂടാ എന്ന നിർബന്ധം കോൺഗ്രസിന് വരാൻ കാരണം? ഞങ്ങള് ആ പ്രശ്നങ്ങൾ ശക്തമായി ഉയർത്തിയല്ലോ, പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയല്ലോ. BJPക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന, BJPക്കെതിരെയല്ല, കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭമാണല്ലോ. കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭം നടത്താൻ തയ്യാറായപ്പോൾ ഞങ്ങള് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ ഇവിടുത്തെ നേതാക്കളോടും UDF നേതാക്കളോടും ആവശ്യപ്പെട്ടല്ലോ, കേരളത്തിന്റെ പൊതുവായ പ്രശ്നമാണ്, നമുക്ക് ഒന്നിച്ച് പ്രക്ഷോഭം നടത്തിക്കൂടെ? ഞങ്ങളില്ലാന്ന മറുപടിയല്ലേ അവർ പറഞ്ഞത്. എന്തിന്റെ മേലെയാണ് BJP നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭത്തിന് വന്നുകൂടാ എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത്, UDF സ്വീകരിച്ചത്? ഇത് LDFന്റെ പ്രശ്നമല്ലല്ലോ, കേരളത്തിന്റെ പൊതുവായ പ്രശ്നമല്ലേ. ഇനി രാഹുൽ ഗാന്ധി കാണേണ്ട ഒരു കാര്യം, രാജ്യത്താകെയുള്ള തൊഴിലാളി വിരുദ്ധ സമീപനം, ആ സമീപനത്തിനെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ രാജ്യവ്യാപകമായ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചല്ലോ. ആ പണിമുടക്കിൽ INTUC അടക്കം രാജ്യത്താകെ ഉണ്ടായല്ലോ. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി സ്വീകരിച്ച സമീപനം എന്താ? രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ നേതൃത്വം ഇവിടെ സ്വീകരിച്ച സമീപനം കേരളത്തിൽ അത്തരമൊരു യോജിപ്പ് ഉണ്ടായിക്കൂടാന്നല്ലേ? എന്താ അതിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാടെടുത്തത്? ആ യോജിപ്പുണ്ടാകുന്നത് കൊണ്ട് LDFന് എന്തെങ്കിലും പ്രത്യേക മേന്മയുണ്ടോ? UDFന് പ്രത്യേക ദോഷം എന്തെങ്കിലും ഉണ്ടോ? BJP ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയല്ലേ ആ യോജിപ്പ്? അത് ശക്തിപ്പെടുകയല്ലേ ചെയ്യുക, ആ വികാരം ശക്തിപ്പെടുകയല്ലേ ചെയ്യുക. എന്തിനാണ് അത് ദുർബലപ്പെടുത്താനുള്ള നീക്കം നടന്നത്? അപ്പോൾ LDFനുള്ള വിരോധം മാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങളിലും ഇതാണല്ലോ സ്വീകരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഓർക്കേണ്ട ഒരു കാര്യമാണല്ലോ, ഞങ്ങള് ഡൽഹിയിൽ വന്ന് പ്രക്ഷോഭം നടത്തിയല്ലോ. കേരളത്തിലെ മന്ത്രിസഭയാകെയും ഇവിടെയുള്ള MLA മാരും MP മാരും എല്ലാം പങ്കെടുത്തുകൊണ്ടൊരു പ്രക്ഷോഭം നടന്നല്ലോ. ഞങ്ങളന്ന് ദേശീയ നേതാക്കളെ ക്ഷണിച്ചല്ലോ. ഇവിടുത്തെ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു, എന്നാൽ ദേശീയ നേതാക്കളെ ഞങ്ങൾ ക്ഷണിച്ചല്ലോ. നിങ്ങളുടെ പ്രസിഡന്റിനെ ഞങ്ങൾ ക്ഷണിച്ചല്ലോ. അന്ന് ആ ഘട്ടത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ പങ്കെടുക്കരുത് എന്ന നിലപാട് നിങ്ങളുടെ നേതൃത്വം സ്വീകരിച്ചില്ലേ, കേരളത്തിലെ നേതൃത്വം സ്വീകരിച്ചില്ലേ? നിങ്ങളും അതിന് അരുനിന്നിട്ടുണ്ടാവില്ലേ? BJPക്കെതിരെയുള്ള പൊതുവായൊരു മുന്നേറ്റമായിട്ടല്ലേ ആ ഘട്ടത്തിൽ ആ പ്രക്ഷോഭം മാറിയത്? മറ്റെല്ലാവരും പങ്കെടുത്തല്ലോ. അത് ആരെ സഹായിക്കാനാണ്? എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറി നിന്നത്? നിങ്ങൾ സ്വീകരിച്ച ഓരോ നടപടിയും ഫലത്തിൽ BJPയെ സഹായിക്കുന്നതായിരുന്നില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി ഞങ്ങളെ ഭാഗത്തുണ്ടായി എന്ന് പറയാനുണ്ടോ? ഏതെങ്കിലും ഒരു നടപടിയെക്കുറിച്ച് പറയാനുണ്ടോ? അങ്ങനെ ഞങ്ങളെല്ലാ ഘട്ടത്തിലും കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, കൃത്യതയോടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ സംഭവം ഇപ്പോൾ ആകെ എടുത്ത് ഞാൻ പറയേണ്ടതില്ലല്ലോ.